യാത്ര ചെയ്ത് എഫെസസിലെത്തുന്ന ഒരു അധ്യായമാണ്. ഈ വചനം മൊത്തം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പവർ ദാറ്റ് ട്രാൻസ്ഫോം എ സിറ്റി. പൗലോസിനെ സംബന്ധിച്ചോളം ഒരു സാധാ വ്യക്തി, സാധാ മനുഷ്യൻ. അവനെ എടുത്തു പറയുവാൻ അവനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എഫെസസിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവിടെ എപ്പോഴും ഒരു അഡൾട്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു സിറ്റി എന്നറിയപ്പെടും എഫെസസ് സിറ്റി. ഹല്ലേലൂയ. അതായത് ഡാർക്ക് മാമൻ അവിടെ എന്ന് പറയുമ്പോൾ ആ സിറ്റിയുടെ അകത്ത് എന്ന് പറയുമ്പോൾ ആ സിറ്റിയുടെ അകത്തുള്ളത് എല്ലാ കാര്യങ്ങളുണ്ട്. അന്ധകാരമുണ്ട്, അഹങ്കാരമുണ്ട്, അഥവാ സോഴ്സറി ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഈ പൗലോസ് പ്രവേശിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഈ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു സമയത്ത് പൗലോസിന്റെ പ്രവേശനം എഫെസസിലാണ്. ഹല്ലേലൂയ. അവൻ കടന്ന് അവന് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്താൽ അവനെ എഫെസസിൽ അയക്കപ്പെട്ടതാണ്. ദൈവം അവനെ എഫെസസിൽ അയച്ചത് ചില പദ്ധതിയുമായിട്ടായിരുന്നു, ചില മിഷനുമായിട്ടായിരുന്നു. ദൈവം അവനെ പൗലോസിനെ അവൻ എഫെസസിലേക്ക് യാത്ര അയച്ചത്. ഇരുട്ടിൽ കിടക്കുന്ന ഞാൻ എഫെസസ് എന്ന സിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ ഞാൻ പോകും. ആ ഇരുട്ടിൽ കിടക്കുന്ന ഒരു സിറ്റി, അഡൾട്ടറി ആയിട്ടുള്ള സിറ്റി, സ്റ്റാച്യൂസിനെ ആരാധിക്കുന്ന ഒരു സിറ്റി, അവിടുത്തെ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. വെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, വെൽത്തിയസ്റ്റ് സിറ്റി എന്നറിയപ്പെടും എഫെസസ് സിറ്റി എന്ന് പറയുന്നത്. പണത്തിന് കുറവില്ല, ഒന്നിനും ഒരു കുറവില്ലാത്തൊരു സിറ്റി എന്നറിയപ്പെടും. അങ്ങനെ ആ ഒരു ചെറിയ സിറ്റിയുടെ അകലെ എഫെസസ് സിറ്റി എന്ന് പറയുമ്പോൾ ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു സിറ്റി എന്ന് അറിയപ്പെടും. ഹല്ലേലൂയ. ഈ സിറ്റിയിൽ ഏകദേശം 2 വർഷത്തോളം, ഏകദേശം അല്ലെങ്കിൽ 2-3 വർഷത്തോളം ഏകദേശം പൗലോസ് അവിടെ ശുശ്രൂഷിപ്പാനിടയായി, അവിടെ പഠിപ്പിക്കുവാനിടയായി. പൗലോസിന്റെ പ്രവേശനത്തിന് പിന്നിൽ ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകില്ല. അവിടെ യാത്ര തിരിച്ചപ്പോഴും ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാണിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. സാധാ മനുഷ്യൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ശുശ്രൂഷിച്ചാൽ, വചനം പറഞ്ഞാൽ അത് എഫക്ട് ചെയ്തില്ല. പക്ഷേ സാധാ മനുഷ്യനായ പൗലോസിനെ ദൈവം അയക്കുമ്പോൾ അവന്റെ ആത്മാവിൽ നിറഞ്ഞതായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഒരു സ്ഥലത്ത് അയക്കുമ്പോൾ, ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ തന്നെ ആത്മാവിൽ നിറഞ്ഞ ദൈവം നമ്മളെ അയക്കുന്നത്. ആമേൻ. സാധാരണ മനുഷ്യനായിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ എനിക്ക് അവിടെ ശുശ്രൂഷിക്കുവാൻ പറ്റുകയില്ല. ആമേൻ. അവിടെ യേശുവിന്റെ നാമം മോത്തപ്പെടണമെങ്കിൽ എന്നിൽ ആ കർത്താവിന്റെ ആത്മാവിനിൽ പകരപ്പെടണമോ? എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അവിടെ ചിലത് ചെയ്യുവാൻ പറ്റുമോ? ആമേൻ. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാനൊരു സാധാ മനുഷ്യനല്ലേ, ഞാനൊരു സാധാ വ്യക്തിയല്ലേ, അല്ലെങ്കിൽ എന്റെ കൂടെ അല്ലെങ്കിൽ ദൈവദാസന്മാർക്കുള്ള അത്ഭുതത്തിന്റെ അടയാളത്തിന് ശുശ്രൂഷ അലോക്കേറ്റ് ചെയ്തതെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കും. ഇവിടെ മറന്നു പോകല്ല. ആമേൻ. പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പൗലോസിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ഈ സഭയുടെ അകത്തും അത് സംഭവിക്കുമോ? ആമേൻ. ഈ സഭയുടെ അകത്ത് നടക്കും. നമ്മൾ ഒരു ഓർഡിനറി പേഴ്സൺ എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഓർഡിനറി പേഴ്സൺ ആയിരിക്കും, നമ്മൾ സാധാ മനുഷ്യനായിരിക്കും. പക്ഷെ നമ്മൾ വ്യാപരിക്കുന്ന ഈ ദൈവത്തിന്റെ ആത്മാവിനുണ്ടല്ലോ, അത് ചിലത് ഇവിടെ ചെയ്യാൻ പറ്റുമോ? അത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. ഹല്ലേലൂയ. വെറുതെ അല്ല പ്രവേശനം. ഹല്ലേലൂയ. വെറുതെ അല്ല. അവിടെ പഠിപ്പിക്കാൻ പോണെന്ന് പറയുമ്പോൾ വെറുതെ പല പ്രശ്നങ്ങൾ, പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ, പല ചാലഞ്ചസ് പൗലോസിന് കാത്തിരിപ്പുണ്ട്. അവർക്കറിയാൻ ഒറ്റ കാര്യമുള്ള എഫെസസിലെ കുറച്ച് പേരുണ്ട്, അവർ ഇതിൽ നോക്കി ദൂരെ നിൽക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൽ ഹിന്ദുക്കൾ ഒത്തിരി പേരുണ്ടെങ്കിലും ആമേൻ അതിൽ നിന്ന് മാറി നിൽക്കുന്ന, വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യാനികൾ അഥവാ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് അറിയാൻ ഒറ്റ കാര്യമുള്ളൂ, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ മാത്രം അറിയത്തുള്ളൂ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആരാ?
ആരാ ജോൺ ദ ബാപ്റ്റിസ്റ്റ്? യോഹന്നാൻ സ്നാപകൻ ആരാ? ക്രിസ്തുവിന് വഴിയൊരുക്കി. ആ വ്യക്തിയെ മാത്രം അറിയത്തുള്ളൂ. ആമേൻ. പക്ഷേ ഇവരോട് ചോദിക്കുന്ന ഇവരിലൊരു പ്രത്യേകത ഉണ്ട്. ഇവർ സ്നാനപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇവര് സ്നാനപ്പെട്ടവരാ. They baptized. Amen. Amen. John baptized was baptism of repentance. Hallelujah. അപ്പം അതിന്റെ മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. തുടർന്ന് 2-3 വാക്യം ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. നിങ്ങൾ വിശ്വസിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പൗലോസ് അവരോട് ചോദിക്കുക. അപ്പോൾ പൗലോസ് അവരിൽ ലഭിക്കുന്ന ഒരു മറുപടി എന്തുവാ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ടൈമിൽ ഇതാ സംഭവിക്കുന്നത്. സ്നാനപ്പെട്ടു, ആമേൻ, അന്യഭാഷ പ്രാപിച്ചു, പക്ഷെ പരിശുദ്ധാത്മാവ് എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ആ ഒരു ചോദ്യചിഹ്നമായി കാലം മാറി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പൗലോസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അവർ സ്നാനപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പൗലോസ് ഇവിടെ എൻട്രി ചെയ്ത ശേഷം പൗലോസ് പരിശുദ്ധാത്മാവിനെ അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുവാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുത്തു. ആമേൻ. പൗലോസ് കാണിച്ച ആമേൻ 19-1-7 വരെയുള്ള കാര്യം കാണിക്കുന്നത് the power of true conversion. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ സ്നാനത്തെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പൗലോസ് കാണിച്ചു കൊടുക്കുക. ഇതുവരെ ഇരുട്ടിൽ കിടന്ന ജനത്തിന് വേണ്ടി വെളിച്ചമായി ഒരു ദൈവത്തിന്റെ ദാസൻ അഭിഷേകത്തിനെ കർത്താവ് ആ പട്ടണത്തിൽ അയക്കുക. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിളിച്ചു മാറി നിന്ന് സ്വയം മാറി നിൽക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്നെ അവിടെ അയക്കുന്നെങ്കിൽ അവിടെ ചില പദ്ധതിയുമായിട്ട് ഞാൻ അയക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ ഇരുട്ടിൽ കിടക്കുന്നവനെ ചിലത് വിടുവിക്കുവാനാണ് ഞാൻ അയക്കുന്നതെന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല. ഹല്ലേലൂയ. ഇരുട്ടിൽ കിടക്കുന്നവർക്ക് വെളിച്ചമായി അല്ലെങ്കിൽ ഒരു വചനമായി പൗലോസ് അവിടെ പ്രവേശിക്കുന്നു. ആമേ. പക്ഷെ ഒരു കാര്യമുണ്ട്, പൗലോസിനോട് പൗലോസ് അവിടെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ പൗലോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ തുടങ്ങി. സ്നാനം എന്നത് പല കാര്യങ്ങളും പൗലോസ് പഠിപ്പിക്കുവാൻ അവിടെ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണം. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ. 4-5-6 വാക്യം ഒന്ന് വായിച്ചോട്ടെ. അവര് 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ട ശേഷം 6-ാമത്തെ കാര്യം പറയുന്നു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് പകരപ്പെടുക ചെയ്യുമോ? നമ്മൾ കൈവച്ചാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമോ? പൗലോസിന് എടുത്തു പറയുവാൻ ഒന്നുമില്ല. ആമേൻ. അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന് ശക്തിയാ അവിടെ ചലിപ്പിച്ചെന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ല. നിന്നിൽ കൂടെ ചിലത് പറ്റി തന്നെ ചെയ്യുമോ? നമ്മളിൽ കൂടെ ദൈവം ചിലത് ചെയ്യുന്നവർക്ക് തന്നെ ചെയ്യുമോ? വിശ്വസിക്കുന്നവർക്ക് തന്നെ കരങ്ങൾ അടിച്ചു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. പൗലോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചാട്ടെ. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ അന്യഭാഷയിൽ ശ്രദ്ധിച്ചോണം. പൗലോസ് കൈവച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാ പകരപ്പെട്ടപ്പോൾ ഇതുവരെയും അവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പരിശുദ്ധാത്മാ പകരപ്പെട്ടപ്പോൾ അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആമേൻ. ഇതുവരെയും അന്യഭാഷയിൽ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അന്യഭാഷകളിൽ നമ്മൾ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അവിടെ ഒരു തീ കത്തു തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം വായിച്ചാട്ടെ. സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. സംസാരിക്കുകയും
ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവ് വെറുതെ ഇതുവരെ അവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ലായിരുന്നു. ഇതുവരെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ആത്മാവ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് അവരിൽ പകരപ്പെട്ടപ്പോൾ അവർ പ്രവചിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രവചനം പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ പ്രവചിക്കുക തന്നെ ചെയ്യുക. ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ കത്തു തന്നെ ചെയ്യും. Hallelujah. Amen. In Jesus' name, you will prophesy, and that prophecy will be the precise prophecy in Jesus' name. In Jesus' name. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവേ എനിക്ക് കൃപാവരങ്ങളുടെ ശുശ്രൂഷ തരണം, പ്രവചനത്തിന്റെ ശുശ്രൂഷ വേണം. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു പദമുണ്ട്. ആത്മാവ് പകരപ്പെട്ടപ്പോൾ അവർ അന്യഭാഷയിൽ ആരാധിച്ചു, അവർ പ്രവചിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് എനിക്ക് പറയുവാനുള്ളത്, വരും ദിവസങ്ങളിൽ കർത്താവിനോട് പറയണ, കർത്താവേ എന്നിൽ ആത്മാവിനെ നീ ഒന്ന് പകരണമ, എന്നിൽ കൂടെ പ്രവചനം വെളിപ്പെടണമ, എന്നിൽ കൂടെ ദൈവ ശബ്ദം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യെങ്കിലും നമ്മളിൽ കൂടെ അത്ഭുതത്തിന്റെ, മലയാളത്തിന്റെ, വിടുതലിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നില്ല. അതിനൊറ്റ കാരണം, somewhere we are lacking with the Spirit of God. I mean, we are lacking. Somewhere we are lacking with the Spirit of God. Somewhere we are not surrendered to the Spirit of God. Somewhere we are not listening to the Spirit of God. Somewhere we are stopping the Spirit of God to work in your life in Jesus' name. Amen. Are you getting the point what I'm saying in Jesus' name? The Holy Spirit is coming in. Amen. He's always speaking to you all. Hallelujah. മനസ്സിലാക്കിക്കോണ, അത്ഭുതം നടക്കുന്നില്ലെങ്കിൽ, പ്രവചനം വെളിപ്പെടുന്നില്ലെങ്കിൽ, വിടുതൽ നടക്കപ്പെടുന്നില്ലെങ്കിൽ, രോഗശാന്തിയുടെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നില്ലെങ്കിൽ, ഇന്നും എവിടെയോ ലാക്ക് ഓഫ് സ്പിരിറ്റ് നമ്മളിലുണ്ട്. ഈ ആത്മാവിന് പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല എവിടെയും. ആമേൻ. ആത്മാവിന് തടസ്സമായി നമ്മുടെ പല തവണയും ശാരീരികമായിട്ട്, മാനസികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാതിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുകയല്ല. ആമേൻ. പൗലോസിന്റെ വാക്ക് കേട്ട് അവർ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യം വേണ്ടത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ആത്മാവ് ചിലത് ചെയ്യുമോ? ആമേൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പത്രോസ് നടന്നുപോയപ്പോൾ അവന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. പക്ഷെ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. പത്രോസിനിൽ വ്യാപരിച്ച ആത്മാവ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അവനിൽ നിയോഗിക്കപ്പെട്ടവന ഒരു ദൈവദാസന എന്ന് പറഞ്ഞാൽ അവനിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിൽ കൂടെ ഈ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താൻ നിശ്ചയം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഇരിപ്പും നമ്മുടെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലാത്തൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോ സകല കൃപാവരങ്ങളുടെ ശുശ്രൂഷമായി വരുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ശുശ്രൂഷകൾ വെളിപ്പെടും. ഈ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്തെടുക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു കാലത്ത് മർഡറായിരുന്നവന്, ഒരു കാലത്ത് ദൈവത്തിന്റെ മക്കളെ കൊല്ലുവാൻ അവൻ പുറപ്പെട്ടവനാണ്. ആമേൻ. അവനെ ദൈവം ഇന്ന് പകല് എഫെസസിൽ ദൈവം ഉപയോഗിക്കുന്നതാ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഒരു അല്പം എഫെസസിലോട്ട് കയറി പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല. ഹല്ലേലൂയ. അതിലൊരു ഉദാഹരണം പറയാം. നമ്മുടെ ജാതികളായ ആൾക്കാർ അവർ ടെമ്പിളിൽ പോകുമ്പോൾ അവരെ ഓരോ നേർച്ചകൾ കൽപ്പിക്കും. നേർച്ചകളുണ്ട് അല്ലേ? സ്വർണം അല്ലെങ്കിൽ എന്തിൽ കാർ അല്ലെങ്കിൽ വാഹനം എന്തിൽ അവർ നേർച്ച വെക്കും. ഇത് എഫെസസിലും അത് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. people from all over come to worship idols. അവിടെ ആരാധന ആരായിരുന്നു? ദൈവത്തിന്റെ ആരാധന അല്ലായിരുന്നു, ഐഡൽ ആരാധനയായിരുന്നു. ആമേൻ. അത് മാത്രമല്ല അവർ അവിടുന്ന് സിൽവർ സ്റ്റാച്യൂസിനെ അവർ ബൈ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു.
അതായത് സിൽവർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാച്യൂനെ അവരെ കൊണ്ട് ആമേൻ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ഇവിടെ വന്നിട്ട് വെള്ളിയും പൊന്നും ഒന്നും മേടിച്ചുകൊണ്ട് പോകണ്ട. ഇവിടെ വന്നിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പോയാൽ മതി. ആമേൻ. ഇവിടെ വന്നിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മടങ്ങി പോയാൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഹല്ലേലൂയ, ആമേൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ പൗൽ entered synagogue and spoke boldly for 3 months. ആമേൻ. എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മാനിച്ചു. സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. 3 മാസത്തോളം അവൻ ബോൾഡ്ലി പ്രസംഗിക്കുവാനിടയായി. ഇന്നത്തെ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ, ഇന്നത്തെ ഈ പ്രസന്റ് ടൈം വെച്ച് നോക്കുമ്പോൾ, പല പെർസിക്യൂഷൻ നടക്കുമ്പോഴും ബോൾഡ്ലി ആയിട്ട് പ്രസംഗിക്കാൻ നമ്മളിൽ ഓരോരുത്തർക്കും പറ്റാതെ പോകുന്ന ഒരു അനുഭവം. അങ്ങനെ വരുമ്പോൾ പൗലോസ് അവിടെ ചെന്നിട്ട് ശുശ്രൂഷിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആർക്കും ആമേൻ ആ ഒരു ബോൾഡ്നെസ് ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ടൈമിൽ ഇല്ലാതെ പോയ ഒരു കാലം. ആമേൻ, ആമേൻ. 8:9 തൊട്ടുള്ള അതിന്റെ രണ്ടാമത്തെ 19:8-10 വരെയുള്ള വാക്യം ഇങ്ങനെ പറയുന്നത്, the power of persistent teaching എന്ന് പറയും. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ റിവൈവൽ നടക്കുന്നത് ഒരു രാത്രിയുണ്ടല്ല. ആമേൻ. It's a fruit of consistent spirit-filled teaching. Ephesus became a hub of revival because Paul didn't stop teaching. എഫെസസിൽ ഇതുവരെ റിവൈവൽ നടന്നിട്ടില്ലായിരുന്നു. പക്ഷെ പൗലോസ് അവിടെ പ്രവേശിച്ച് പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം തുടങ്ങിയപ്പോൾ, ഇതുവരെ റിവൈവൽ നടക്കാത്ത ഒരു സിറ്റിയുടെ അകത്ത് ഇന്ന് പകൽ റിവൈവൽ നടക്കുക. ആമേൻ. ഇന്ന് പകൽ റിവൈവൽ നടക്കുക. ഹല്ലേലൂയ. 3 മാസം അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ റിവൈവൽ നടക്കുക. വെറുതെ കാര്യങ്ങൾ നടക്കുന്നത്, റിവൈവൽ നടക്കുക. യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ, എന്റെ ആത്മീയ ജീവിതത്തിൽ, എന്റെ സഭയുടെ അകത്ത് റിവൈവൽ നടക്കപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഈ സഭയുടെ അകത്ത് നടക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ. അത് കഴിഞ്ഞിട്ട് സമയം മുന്നോട്ട് പോകുന്നോണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചോടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. മൂന്നാമത്തെ കാര്യമാണ്. ആമേൻ. അതിന്റെ മൂന്നാമത്തെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നത്, the power of miracles through ordinary hands. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 19:11-12 വരെ ഇങ്ങനെ പറയുന്നു, the power of miracles through ordinary hand. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമുക്കത് കഴിവില്ല അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ കൈവച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പകരപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച രോഗം മാറിപ്പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പകല് പൗലോസിനെ നോക്കി പഠിക്കുക. പൗലോസിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ആമേൻ അവിടെ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. 12 പേരുള്ള ആമേൻ. Hallelujah. There were about 12 men in all. 12 പേരെ ഉള്ളായിരുന്നു. ആമേൻ. എല്ലാവരും കേൾക്കണം എന്ന് നിയമമില്ല, എല്ലാവരും അനുസരിക്കണം എന്ന് നിയമമില്ല. പക്ഷെ അതിൽ കുറച്ചു പേര് കേട്ടാൽ മാത്രം, ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അവർ ദൈവശക്തി വ്യാപരിക്കും. ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കണം, എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് ലോകത്തിന്റെ ആത്മാവല്ല. എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ്, എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെയെങ്കിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാതെ തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ നിശ്ചയമാ. പരിശുദ്ധാത്മാവിനോട് വ്യാപാരം ആമേൻ വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ. പ്രാർത്ഥിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പല വിഷയങ്ങൾക്ക് മുന്നിലും തടസ്സമായി നിൽക്കുന്ന സാന്ധകാര ശക്തികൾ നമുക്ക് വേണ്ടി വഴികൾ മാറും. ഓ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വഴികൾ മാറി തന്നെ ചെയ്യും. നമ്മളെ അത് ആമേൻ സർപ്രൈസ് ചെയ്യുവാൻ ഇടയാക്കത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾ പറയും പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്ന്. പലപ്പോഴും നിന്റെ പരാജയത്തിന്റെ ആരംഭമാ, പലപ്പോഴും നിന്റെ ആരംഭമാ. ആമേൻ. അത് ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തോണ്ടാ.
യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ഉള്ളവനെ ആമേൻ ആർക്കും സപ്രസ് ചെയ്യുവാൻ പറ്റുകയില്ല. ഇന്നത്തൊരു സാക്ഷ്യം ആമേൻ ഡീമൻസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് ഈ അധ്യായത്തിൽ തന്നെ. എനിക്ക് കർത്താവ്, ഞങ്ങൾക്ക് കർത്താവിനെ അറിയാം, പൗലോസിനെ അറിയാം, പക്ഷെ നിങ്ങൾ ആരെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നീ പോകുന്നിടത്ത് മുഴുവനും ആമേൻ നീ ആരെന്ന് ലോകം അറിയട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഒരു യഥാർത്ഥ ശക്തന്റെ അഭിഷക്തനായ ദൈവത്തിന്റെ ദാസൻ കടന്നു വരുമ്പോൾ ആമേൻ അവന്റെ ശുശ്രൂഷയിൽ ആമേൻ അവൻ ആരെന്ന് പിശാചിന് മാത്രമല്ല, ലോകത്തിന് മാത്രമല്ല, പിശാചിനും അറിയാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോകത്തിനറിയാം. ആമേൻ. നമ്മൾ വിചാരിക്കും നമ്മളെ കുറിച്ച് നമുക്ക് മാത്രം അറിയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ചാർച്ചക്കാർക്ക് അറിയത്തുള്ളൂ. ഇല്ല, നിന്നെ കുറിച്ച് അറിയാവുന്ന ഒരാളോട് ദൈവവും പിന്നെ പൈശാച ശക്തികൾക്കും അറിയാം. പക്ഷെ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മുന്നിൽ ആ പൈശാച മണ്ഡലങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പവറില്ല, നമുക്ക് ശക്തിയില്ല. ആർക്ക് ലഭിച്ചിരുന്ന ശക്തികൾ, ആ ലഭിച്ചിരുന്ന കൃപ എവിടെ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കാലം മാറിയോണ്ടായിരിക്കും നമ്മൾ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ബിസി ആയിക്കൊണ്ടായിരിക്കും മാറിപ്പോൾ നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ പൗലോസിന് ലഭിച്ച കൃപാവരങ്ങൾ അല്ലെങ്കിൽ ആത്മാവ് ഉണ്ടല്ലോ, അത് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. ആമേൻ. നമ്മളിപ്പോ എന്ത് സംസാരിക്കണമെന്ന് പലപ്പോഴും ഈ ജെന്റൈൽസിനോട് എന്ത് സംസാരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ, പൗലോസ് പോയത് പ്രിപ്പയർ ചെയ്തുകൊണ്ടല്ല, പൗലോസ് പോയത് ദൈവത്തിന്റെ വചനമായിട്ടാണ് പോയത്. Preparation is not doesn't matter. Amen. The word of God is matter. Preparation അല്ല മാറ്റർ ചെയ്യുന്നത്, ദൈവത്തിന്റെ വചനമാണ് മാറ്റർ ചെയ്യുന്നത്. അവൻ പോയത് ഡയറിയുമായിട്ടൊന്നുമല്ല, അവൻ പോയത് ടാബുമായിട്ടല്ല, അവൻ പോയത് ഒന്നും വെച്ചോണ്ട് കയ്യിൽ മൊബൈലുമായിട്ടൊന്നുമല്ല, അവൻ പോയത് ദൈവത്തിന്റെ വചനമായിട്ട്. ആമേൻ. ഈ ദൈവത്തിന്റെ വചനം അവിടെ സംസാരിക്കപ്പെടുമ്പോൾ, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കാര്യങ്ങൾ മാറുവാൻ തുടങ്ങി. എത്ര പേർക്ക് ദൂതേറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ദൈവശക്തി എവിടൊക്കെ വ്യാപരിക്കുന്നുണ്ട് അവിടെ ചില മണ്ഡലങ്ങൾ, ചില മാറ്റങ്ങൾ വരാൻ പോകുക. ആമേൻ. ദൈവ വചനം എവിടൊക്കെ വെളിപ്പെടുന്നുണ്ടോ അവിടൊക്കെ ചില മാറ്റങ്ങൾ ആരംഭം. ആമേൻ. ചില മണ്ഡലങ്ങളിൽ ആരംഭത്തിന്റെ ആരംഭം. ആമേൻ. പൗലോസിന് ലഭിച്ച പൗലോസ് ഗൂഗിളോ ഇന്നത്തെ AI സിസ്റ്റം ഒന്നുമല്ല നോക്കിയത്. പൗലോസ് പറയും, ഞാൻ പ്രാപിച്ചത് ദൈവത്തിനാകില്ല, ഞാൻ പറയുന്നത് ദൈവത്തിനാ. ആമേൻ. അത് പറയുവാൻ നമുക്കൊരു ബോൾഡ്നെസ് വേണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മനുഷ്യനെ കണ്ടിട്ട് നമ്മൾ സാഹചര്യങ്ങൾ വെച്ച് മാറി പ്രസംഗിക്കുന്നവരാ. പക്ഷെ പൗലോസിനെ ചോദിച്ചു, പൗലോസേ, നീ സാഹചര്യം മാറി ആൾക്കാരെ കണ്ടിട്ട് ഇത്രയും ഭയപ്പെടാതെ നീ എങ്ങനെ ഈ ദൈവത്തിന്റെ വചനം അവിടെ ഡെലിവർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, എനിക്ക് കഴിവില്ലെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിവുണ്ടോ. പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ടോ, ദൈവ സാന്നിധ്യം എവിടെ ഉണ്ടോ, അവിടെ ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി വഴിമാറിന്റെ ചില വിഷയങ്ങൾ വഴിമാറു തന്നെ ചെയ്യുമോ. ഇതുവരെ വഴി മാറാതെ നിൽക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ഇതുവരെ അതിനൊരു മുന്നോട്ട് പോകാത്ത രീതിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിൽ ഒരു പരിശുദ്ധാത്മാവിനെ പകരണമേ. ആദ്യകാലത്ത് ആദ്യ നൂറ്റാണ്ടിലെ സ്നേഹനിൽ പകരണമേ, ആ ശക്തി എന്നിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കട്ടെ, ഈ ആത്മാവ് ഇറങ്ങട്ടെ നമ്മുടെ മേലില്, നമ്മൾ പകരപ്പെട്ട് നോക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ചടാപ്പടാന്ന് നമുക്ക് വേണ്ടി വഴികൾ മാറും. മനുഷ്യനല്ല മാറ്റുന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് മാറ്റുന്നു. യേശുവിന്റെ നാമത്തില്, അധികാരമുള്ളവന്റെ നാമത്തില് ചിലതിനെ ദൈവത്തിന്റെ ആത്മാവിന് മാറ്റുവാൻ പറ്റുന്നത് ചെയ്യും. ആമേൻ. ഭാരമേറെ വിഷയങ്ങളുമായിക്കൊള്ളട്ടെ, ഭാരമേറെ പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, ആമേൻ, ഏത് കാര്യത്തിനും ഒരു തീരുമാനം എടുക്കുവാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചാല് ആമേൻ ഭയപ്പെടേണ്ട. ഈ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്ത് തന്നെ ചെയ്യും. ആമേൻ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ ആമേൻ. പൗലോസ് അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. അടുത്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മിറാക്കിൾസ് സംഭവിച്ചു. അത്ഭുതങ്ങൾ നടന്നു. ആമേൻ. അത്ഭുതം നടന്നു. ആമേൻ. മണിക്കൂറുകളും ആമേൻ ദിവസങ്ങളും വർഷങ്ങളും പൗലോസ് ദൈവത്തിന്റെ പാദപ്പെടുത്തിലിരുന്നു. ആമേൻ. സകലതും മാറ്റിവെച്ചു. അവന്റെ പ്രധാന വിഷയങ്ങൾ മാറ്റിവെച്ചു. അവന്റെ ഭൗതികമായ ജീവിതത്തിൽ മാറ്റിവെച്ചു. അവൻ മുഴുവൻ സമയം, ഇന്ന് നമ്മൾ 24 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറും 8 മണിക്കൂറും ജോലിക്ക് കൊടുക്കുന്നത് പോലെ അന്ന് അവൻ കൊടുത്തത് 24 മണിക്കൂറായിരുന്നു. ആമേൻ. ദൈവത്തിന് വേണ്ടി അവൻ സേവിച്ചു കൊടുത്തപ്പോൾ, സമർപ്പിച്ചു കൊടുത്തപ്പോൾ അവനെ ദൈവം എവിടെയൊക്കെ അയച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ജനമുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി ആമേൻ നിന്നെ സമർപ്പിക്കണമെങ്കിൽ, നിന്റെ വിഷയങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക ചെയ്യും. ആമേൻ. വെളിപ്പെടും. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കും 2 മണിക്കൂർ. 2 മണിക്കൂർ പോലും പോട്ടെ, ഒരു 5 മിനിറ്റ്, അതുമില്ല, ഒരു 2 മിനിറ്റ്, അല്ലെങ്കിൽ പിള്ളേർ പ്രാർത്ഥിക്കുന്നിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടടക്കം. പക്ഷെ പൗലോസ് അങ്ങനല്ല ചെയ്തത്. പൗലോസ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തുടങ്ങി. വെറുതെ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന പൗലോസിന്റെ മേല് അവൻ വെറുതെ ചെയിനുകൾ അഴുകി മാറത്തില്ല. അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ, ചിലതിനെ അഴിക്കുവാൻ ഇന്ന് ശക്തനായ ദൈവം നടക്കാൻ മറന്നു പോകല. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ മഹത്വം തിരിച്ചറിയണം. ഓ, തിരിച്ചറിയണമ. നീ വെറും ഒരു ശുശ്രൂഷകനല്ല, നീ വെറും ഒരു ദൈവത്തിന്റെ ദാസനല്ല, നീ വെറും ഒരു ദൈവത്തിന്റെ പൈതലല്ല. നിന്നെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പലതും സംഭവിക്കും. ആമേൻ. നമ്മുടെ മാനുഷ്യ ചിന്തകളല്ല വേണ്ടിയത്, നമ്മുടെ മാനുഷ്യ കാര്യങ്ങളല്ല വേണ്ടിയത്. നമ്മൾ ചിന്തിക്കും, നമ്മൾ പല പദ്ധതിയുമായിട്ട് സഭയിലകത്ത് കടന്നു വരുന്നത്, നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുന്നത്. പക്ഷെ നീ ഒന്നും ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ നമ്മൾ സഭയിലകത്ത് നിന്ന് പ്രവേശിക്കുക. ആമേൻ. ആത്മാവിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. നീ ഇവിടെ കാത്തു തന്നെ ചെയ്യുമോ? യേശുവിന്റെ നാമത്തിൽ. Nowadays the youths preach the word of God. They lead the worship. However, where is the Holy Spirit? The question is, where is the Holy Spirit? You are not led by the Holy Spirit, you are led by the instruments. Amen. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും വന്ന് യുവാക്കൾ അല്ലെങ്കിൽ യുവാക്കന്മാർ യുവതികൾ വന്ന് ശുശ്രൂഷിക്കും. പക്ഷെ എവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എവിടെ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ ഇവിടെ നിൽക്കുവാങ്കിൽ ആമേൻ, ഒന്നിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവിടെ ആരാധനയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ചിന്തകൾ, സ്വന്തം ബുദ്ധികൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവിടെ ഓട്ടോമാറ്റിക്കലി പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അവൻ മുന്നിൽ നിൽക്കുന്ന ജനം കത്തുവാൻ തുടങ്ങുമോ? ഓ കൈനാളുകൾ നിന്നിൽ വ്യാപരിച്ച കത്തലുണ്ടല്ലോ, അത് എവിടോ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. നീ ആ കത്തൽ വേണമെന്ന് എത്ര ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. എന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് എനിക്ക് തിരിച്ചു തരണമെന്ന് ഇന്ന് പകരം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. Being a servant of God, you must preach boldly. You are not here to please any humankind. You are not here to please any human being. You are not here to please your partners. ഇവിടെ നമ്മൾ പ്ലീസ് ചെയ്തത് സ്വർഗ്ഗത്തിലെ ദൈവത്തെയാണ്.
ആമേൻ. ഈ പരിശുദ്ധാത്മാവില്ലാതെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ അവിടെ എഫക്റ്റ് കാണത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ അത് ഓട്ടോമാറ്റിക്കലി ആരാധന വെളിപ്പെടും. ആമേൻ. അന്യഭാഷ ഇതുവരെയും അന്യഭാഷ എനിക്ക് ലഭിച്ചില്ല എന്ന് ആമേൻ പറയുന്നവര് ആമേൻ ഇന്ന് പകല് ഞാൻ പറയാ ഒരു കാര്യം പറയാമോ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ആത്മാവ് പകരപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നീ അന്യഭാഷ ആരാധിക്കുമോ? ഒരു ഓർഡിനറി പേഴ്സണെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർഡിനറി പേഴ്സണാ, ഒരു ഓർഡിനറി പേഴ്സണെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാ മനുഷ്യനെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. Are you there with me or not? Hallelujah. അത് കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, പതിനൊന്നാമത്തെ വാക്യം, God did extraordinary miracles through Paul so that even അവൻ വായിച്ചട്ടെ വേഗം വായിച്ചട്ടെ. പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. അമ്മ മാർക്ക് ചെയ്തോണം. വായിച്ചട്ടെ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ദൈവ പൗലോസിൽ കൂടെ അസാധാരണമായ ശുശ്രൂഷകൾ വെളിപ്പെടുത്തുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരു അസാധാരണമായ ശുശ്രൂഷ? ആമേൻ. എത്ര പേര് ആത്മാവിലുള്ള ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. പൗലോസിൽ കൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഹാൻഡ്കർച്ചീഫും അവന്റെ ആപ്രോണിൽ കൂടെയും ആമേൻ രോഗികൾ സൗഖ്യമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മുന്നോട്ടുള്ള വാക്യം വായിച്ചേ. അതൊന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഹാൻഡ് കർച്ചീഫും വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവന്റെ മേന്മേൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാവ് അവരിൽ നിന്ന് പുറപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഹാൻഡ് കർച്ചീഫ്സ് ഇൻ ആപ്രോണിൽ ആമേൻ ഇത് അവരിൽ പകരപ്പെട്ട ഇത് അവർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരിൽ അത് ആമേൻ ഇത് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്ഭുതം നടക്കുക. കാരണം എന്താണെന്നറിയാമോ? ആ ഹാൻഡ് കർച്ചീഫിലും ആപ്രോണിലും ഒരു ദൈവത്തിന് ശക്തിയുണ്ട്. ആമേൻ. ഒരു പുതപ്പിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ആമേൻ. ആ ദൈവശക്തി ഇവിടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭൂതങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ രോഗികൾ ഇതുവരെ രോഗിയായിട്ട് നീ ഭാരപ്പെട്ടെങ്കിൽ ഇന്ന് പല സൗഖ്യത്തിന് ദിവസം നമ്മുടെ. ആമേൻ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമായി ആപ്രോണും ഹാൻഡ്കർച്ചീഫുകൾ തൊട്ടപ്പോൾ. ആമേൻ. വെറുതെ അല്ല. കാരണം എന്താണെന്നറിയാം? അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ, അവനിൽ വ്യാപരിക്കുന്ന ആമേൻ ആ ദൈവശക്തി. ആമേൻ. ഇന്ന് പകൽ നിന്നെ ചിലത് തൊടുമ്പോൾ ചിലവർ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽ നീ ചിലത് കൽപ്പിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. ചില പട്ടണങ്ങൾ നിന്നെ ദൈവം അയക്കുമ്പോൾ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ മാറി വെളിച്ചം പകരപ്പെടട്ടെ. അധികാരത്തിന്റെ ശുശ്രൂഷകൾ പകരപ്പെടട്ടെ. തേജസ്സിന്റെ ശുശ്രൂഷകൾ പകരപ്പെടട്ടെ. ഇതുവരെ വഴിമാറാത്ത ചില വിഷയങ്ങൾ നടക്കാൻ വേണ്ടി ഇന്ന് പകൽ വഴിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വിഷയങ്ങൾ വഴികൾ മാറുന്ന രീതിയിൽ ദൈവ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിന്റെ മുന്നിൽ വഴിമാറുന്നു. Receive in Jesus name. ആമേൻ. ചില വിഷയങ്ങൾ വഴികൾ മാറുന്നു. ആമേൻ. സ്വന്തം ബുദ്ധിയിൽ സ്വന്തം ജ്ഞാനത്തിലല്ല നീ ആശ്രയിക്കുന്നത്. ഇന്ന് പകൽ നീ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ചില ഇരുട്ടിൽ കിടക്കുന്നവനെ എനിക്ക് വിളിച്ച് പുറത്തു കൊണ്ടുവരാനുണ്ട്. വരുന്ന നാളിൽ നിന്റെ മേലെ എന്റെ നിയോഗം കിടപ്പുണ്ട്. വരുന്ന നാളിൽ ചിലവരെ വിടുതലിന് വേണ്ടി ആമേൻ ചില പട്ടണത്തെ വിടുവിച്ചെടുക്കുന്ന രീതിയിൽ ആമേൻ ചില ശുശ്രൂഷ ബന്ധത്തില്ല, ആമേൻ പാഠന ബന്ധത്തില്ല, ആമേൻ ആത്മാവിനെ നിന്നിൽ പകരപ്പെട്ട് ഞാൻ നിന്നെ അയക്കുന്ന നാളുകള് മുന്നിലുണ്ട്. എന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കുക. എന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കുക. പുറപ്പെടുവാൻ സമയമാക്കുമ്പോൾ ഞാൻ നിന്നെ പുറപ്പെടുവിക്കും. ആമേൻ. അത് മനുഷ്യ ശബ്ദമല്ല. അവിടെ ഇത് പരിശുദ്ധാത്മാവ് ഇന്ന് പറഞ്ഞ് വെളിപ്പെടുത്തണോ? എനിക്ക് നിന്നെ പുറപ്പെടുപ്പിക്കുവാനുണ്ട്. എന്റെ സമയമാകുമ്പോൾ ഞാൻ നിന്നെ പുറപ്പെടുപ്പിക്കുന്നത് ചെയ്യും. നീ ദിവസങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ
ചില സ്ഥലങ്ങളില്ല, ചില പട്ടണങ്ങൾ ദൈവം പുറപ്പെടുവിക്കാൻ പോവുക. ആമേൻ. സാധാ ശക്തിയാൽ നീ സാധാ മനുഷ്യനായിട്ടല്ല അവിടെ പോകുന്നത്. നിന്നെ അവിടെ ദൈവമായിക്കിപ്പോൾ ചില പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടയക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ബന്ധനം അടിയും. ആമേൻ. ഇത് പകർന്ന് വിശ്വസിക്കുവാൻ തയ്യാറെങ്കില് പ്രാർത്ഥിച്ച്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനം അടിയുമോ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കപ്പെടുത്തുക ചെയ്യുമോ, ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറെങ്കില് പൗലോസിൽ കൂടെ വ്യാപരിച്ച ദൈവശക്തി ഇതിന്റെ പകൽ സഭയിലകത്ത്, ഈ സഭയുടെ വ്യാപരിക്കുന്നത് ചെയ്യും. What do you listen? I have called you for the transformation of some life. Amen. I have called you for transformation for some life. Hallelujah. Yeah, I want you to pray. Keep praying. Keep praying. The time hasn't yet come. When the time will come, the Lord Almighty will do the wonders through you in Jesus' name. Hallelujah. Amen. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യുമ്പോ, പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്. പൗലോസ് ചെയ്തത് അധികാരത്തിന്റെ ശുശ്രൂഷയല്ല. ആ ശുശ്രൂഷ കണ്ടിട്ട് മറ്റുള്ളവർ അതിനെ അവനെ ഇമിറ്റേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ അവരുടെ മേളില് ഈ ദുഷ്ട ആത്മാവ് അവരെ തകർക്കുവാൻ ഇടയായി, അവരെ സർപ്രസ് ചെയ്യുവാൻ ഇടയായി. നീ മറ്റുള്ളവരുടെ ശുശ്രൂഷ കണ്ടിട്ട് അവരെ പോലെ നീ ആകുവാൻ ശ്രമിക്കല്ലേ. കാരണം അവരിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാകില്ല, അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാകില്ല. യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തിന്റെ ശുശ്രൂഷയെങ്കിൽ നീ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുവാൻ ഇടയാക്കില്ല. ആമേൻ. ആമേൻ. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവദാസൻ ശാസിച്ച, പൗലോസ് ശാസിച്ച ആമേൻ ഭൂതങ്ങൾ വിട്ടുപോയല്ലോ. അപ്പൊ നമ്മളും അത് ശാസിക്കാൻ നോക്കുമ്പോ, നമ്മൾ ശാസിക്കാൻ നോക്കുമ്പോ എല്ലാം സംഭവിക്കുമ്പോ, ഇത് നമ്മളിൽ ആ ദൈവകൃപ ഇല്ലെങ്കിൽ, ദൈവശക്തി ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഇത് നമ്മളെ വിഴുങ്ങും. ആമേൻ. നിനക്ക് അധികാരമുള്ളിടത്ത് മാത്രം ഇനി കൽപ്പിക്കാവൂ. പരിശുദ്ധാത്മ വ്യക്തമായി വെളിപ്പെടുത്തുന്ന സഭയിലകത്ത് ആമേൻ എവിടെ നിനക്ക് അധികാരമുണ്ട് അവിടെ നീ മാമെ കൽപ്പിക്കാവൂ. Otherwise, what will happen? Your end will be destructions in Jesus' name. Amen. ഈ ഭൂതങ്ങൾ അവരെ തന്നെ തകർക്കുവാൻ ഇടയായി. ആമേൻ. വെറുതെ ഒരു സാധാ അഭിഷേകമായിട്ട് നീ പോകില്ല. ശത്രുവിന്റെ മുന്നിൽ നിൽക്കണമെങ്കിൽ ആമേൻ ഏലായിച്ചയ്ക്ക് ലഭിച്ച ഒരു മാന്റിൽ ഉണ്ടല്ലോ, ഒരു ബോധമുണ്ടല്ലോ, അത് നിന്റെ മേൽ പകരണം. ആമേൻ. നിന്റെ മേൽ അത് പകരപ്പെടുമ്പോൾ നീ അറിയാതെ തന്നെ ദൈവത്തിന്റെ നാമം മോഹപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം 13ാമത്തെ വാക്യം, 13:14 വാക്യം ഞാൻ പറഞ്ഞത്. Some Jews who went around diving to the evil spirit trying to invoke the name of the Lord Jesus over those who were demon possessed, they would say, in name of Jesus, amen, whom Paul preaches, I command you to come out. Amen. വായിച്ചോട്ടെ 14ാമത്തെ വാക്യം വായിച്ചോട്ടെ. 14ാമത്തെ വാക്യമാ വേഗം വായിച്ചോട്ടെ. മഹാപുരോഹിതനായ കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു. അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു. ദുരാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പദമുണ്ട്, ഞാൻ യേശുവിനെ അറിയുന്നു. അത് കഴിഞ്ഞിട്ടൊരു പദം കൂടെ പറയാൻ വായിച്ചോട്ടെ. പൗലോസിനെയും പരിചയമുണ്ട്. പൗലോസിനെയും എനിക്ക് പൗലോസിനെയും പരിചയമുണ്ട്. നിങ്ങൾ ആരെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ആരെന്ന്? അധികാരമില്ലാത്തവൻ ആമേൻ അന്ധകാര ശക്തികളുടെ ആമേൻ ഡീമൻ പോസസിനെ ശുശ്രൂഷ ചെയ്യാൻ പോവാങ്കിൽ, കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാങ്കിൽ ആമേൻ മനസ്സിലാക്കിക്കോണം, അവൻ നിന്നോട് ചോദിക്കും നീ ആരെന്ന്. ആമേൻ. ആമേൻ. അഭിഷേകമുള്ളവൻ നിൽക്കുമ്പോൾ ആ പറയും എനിക്ക് നിന്നെ അറിയാമെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇതിൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാരുണ്ട്, ഇതിൽ നിയോഗിക്കപ്പെട്ട ആമേൻ താമൻ വ്യക്തികളുണ്ട്. അവർക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയാ. അത് കണ്ടിട്ട് നമ്മൾ അത് ചെയ്യുവാനിടയാല്. ആമേൻ. ആമേൻ. ഇതാരാ പറയുന്നത്? അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് പറയുന്നത് എനിക്ക് യേശുവിനെ അറിയാം. ആരാ? പിന്നെ പൗലോസിനെയും അറിയാം. ഹല്ലേലൂയ.
അപ്പൊ ഞാനൊരു അല്ലെങ്കിൽ നമ്മുടെ സാധാ ആൾക്കാർ അവിടെ ചെന്നിട്ട് ശാസിക്കാൻ പോവാണെങ്കിൽ, അതിനെന്തെങ്കിലും ചെയ്യുവാൻ പോവാങ്കിൽ, ഈ ദുരാത്മ പറയുമോ എനിക്ക് നിന്നെ എനിക്ക് ജോയലിനെ അല്ലെങ്കിൽ കർത്താവിനെ അറിയാമെന്ന് പറയുമോ? ഇല്ല. ആമേന. കാരണം എന്തെന്നറിയാമോ? ഞാൻ അവൻ എന്നിൽ വ്യാപരിക്കണം. അവൻ പരിശുദ്ധാത്മാവ് ആ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അന്ധകാരത്തിന്റെ ശക്തി പറയുമോ എനിക്ക് നിന്നെ അറിയാം. ആമേന. എനിക്ക് ജോയലിനെ അറിയാം. ജോയൽ സേവിക്കുന്ന യേശുവിനെ അറിയാം. ആമേൻ. എനിക്ക് കർത്താവിനെ അറിയാമെന്ന് പറയുന്ന രീതിയിൽ ആമേൻ അവിടെ കാര്യങ്ങൾ നടക്കും. ആമേൻ. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചെന്ന് പറയുമ്പോ അവരാവശ്യമില്ലാതെ പോയി അവർക്ക് നിയോഗിക്കപ്പെടാത്ത ഒരു കാര്യം ചെയ്തപ്പോൾ ഈ ഡീമൻസ് അവരെ സപ്രസ് ചെയ്യുവാനിടയായി, അവരെ തകർത്ത് കളയുവാനിടയായി. ഹല്ലേലൂയ. ശത്രു വെറും വീക്ക് എന്ന് പറഞ്ഞിട്ട് ഓർഡിനറി പേഴ്സൺ ആയിട്ട് നമ്മൾ പോകല, നമ്മൾ നിൽക്കല. ഈ ആത്മഹോളത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മുന്നിൽ ചിലത് നിൽക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയുടെ മുന്നിൽ ചിലത് നിൽക്കത്തില്ല. ഈ ദിവസം പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ച അവന്റെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്റെ വിഷയത്തിന് മുന്നിൽ ദൈവം ചിലത് വടികൾ മാറ്റി തരും തന്നെ നിശ്ചയമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാളുകളേറെ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾ, നാളുകളേറെയായിട്ട് കാര്യങ്ങൾ നടക്കുന്ന വിഷയങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അവൻ നിരാശപ്പെട്ട് നിന്നാമൻ അനുഭവത്തോട് നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പല പരിശുദ്ധമാണ് നിന്നെ വ്യാപരിക്കപ്പെടുമ്പോൾ, പരിശുദ്ധമാണ് നിന്നെ പകരപ്പെടുമ്പോൾ നീ നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ ആമേന്റെ നിന്റെ ആരാധനയ്ക്ക്, നിന്റെ ബാധന്റെ എല്ലാത്തിനും ഒരു മറുപടിയായി സ്വർഗം ഇറങ്ങി വരുന്ന നിശ്ചയം. ആമേൻ. ആമേൻ. നാലാമത്തെ പോയിന്റ് ഇത്രയും പറയുന്നുണ്ട്. The power over counterfeit spirits. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ കൊണ്ട് എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ഒറ്റ കാര്യം എനിക്ക് പറയുവാനേ ഉള്ളൂ. ആമേ പ്രവചനത്തിന് വേണ്ടി സെപ്പറേറ്റ് പ്രാർത്ഥിക്കേണ്ട പ്രവചനം ലഭിക്കുന്ന ചെയ്യുക. പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ പ്രവചനം സംഭവിക്കുക. പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ ദൂതുകൾ വെളിപ്പെടുക. പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ ആലോചനകൾ വെളിപ്പെടുക. പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിന് വേണ്ട ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന നിശ്ചയമാണ്. ഇവിടുന്ന് നമ്മൾ മടങ്ങി പോകുന്നതിന് മുന്നേ ആമേ ദൈവത്തിന്റെ ആ വിഷയത്തിന് മേൽ ഇന്ന് പല ദൈവം ചിലത് ചെയ്തു തന്നെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. എന്തും സംഭവിച്ചിട്ട് ആരും എതിരായി നിന്നോട്ടെ, we should preach boldly. Amen. We should stand firm in the presence of God. No matter whatever happens. എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ കർത്താവിന് വേണ്ടി തന്നെ നിൽക്കുമ്പോ നീ വില കൊടുക്കുവാൻ തയ്യാറാകില്ല. ആമേൻ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ചെയ്യുക. ആമേൻ. ലോകത്തിലെ ജോലികളും പ്രധാനം പണം എല്ലാം ആവശ്യമെങ്കിലും അതിനപ്പുറമായി ആമേൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഓരോ വ്യക്തികൾക്കും ആമേൻ ദൈവം പരിശുദ്ധാത്മാവിനെ പകരപ്പെടുത്തുക ചെയ്യുക. ഈ പരിശുദ്ധാത്മാവ് ആമേൻ ഭയത്തിന്റെ ആത്മാവല്ല. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാകില്ല. ഇതിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ചെയ്യും. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഹാൻഡ് കർച്ചീഫ് തൊടുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, ആപ്രോൺ തുടങ്ങുമ്പോൾ ആപ്രോൺ ടച്ച് ചെയ്യുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നത് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകണം. എന്റെ ഹാൻഡ് കർച്ചീഫ് തൊടുമ്പോഴേ രോഗികൾ സൗഖ്യമാകണം. എന്റെ മാറ്റിൽ എന്റെ പൊതുപ്പുകൾ തുടങ്ങുമ്പോഴേ തൊടുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നാളുകളേറെ 12 വർഷമായിട്ട് രക്തസ്രാവമായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് she touched the torn cloth and she got healed in Jesus name. കർത്താവിന്റെ തുണിയപ്പോൾ വസ്ത്രത്തെ പിടിച്ചപ്പോൾ അവൾ കഴിഞ്ഞ 12 വർഷമായി ഇതുവരെയും ലഭിക്കാത്ത സൗഖ്യം ഒറ്റ നിമിഷം അവൾക്ക് ലഭിച്ചതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾ ദൂതകൾ വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ നീ അറിയാതെ ഇതുവരെ കഴിഞ്ഞ 12 വർഷമായിട്ട് നീ മാറി നിന്ന വിഷയങ്ങൾ 12 വർഷങ്ങളായിട്ട് നിനക്ക് വേണ്ടി ലഭിക്കുന്ന ചില മറുപടി ഇന്ന് പകൽ ദൈവത്തിന്റെ യേശുവിന്റെ വസ്ത്രത്തിന് തൊടുമ്പോൾ തന്നെ നിന്റെ മറുപടി ലഭിക്കും. കരങ്ങൾ അടിച്ചു കാണുന്ന മോത്തപ്പെടുത്തി കാട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൂതങ്ങളെ ചെല്ലുക. കഴിഞ്ഞ 12 വർഷമായി അവരെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി
ശക്തമായിട്ട് പറയുന്നത് നിന്നെ തൊടുമ്പോൾ തന്നെ, നിന്നോട് ചോർന്ന് നടക്കുമ്പോൾ തന്നെ, അവൻ നിന്നോട് കൂടെ നിൽക്കുന്നവർ ആമേൻ രോഗികൾ സൗഖ്യമാകും. ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റമാണ് ആമേൻ ദൈവം തരാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇവിടെ വരുന്ന ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചിട്ട് പോകുന്നു. ഇവിടെ വരുന്നവർ ഓരോ വിഷയങ്ങളുടെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താൻ ചെയ്യുക. ആമേൻ. അധികാരമുള്ളവന്റെ നാമത്തില്ല, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തില്ല. ആമേൻ. 12 വർഷമായി കിടക്കുക. ഹല്ലേലൂയ. 12 വർഷമായിട്ട് ആരെയും ആമേൻ അവളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ ക്രൗഡിന്റെ മധ്യയിൽ അവൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ പുറപ്പെട്ട ശക്തി ഉണ്ടല്ലോ. ആമേൻ. ഇതുവരെ ബ്ലീഡിംഗ് ആയിരുന്നെങ്കിൽ, ഇതുവരെ നീ സൗഖ്യമാകാത്ത വിഷയമാകില്ല, ഇതുവരെ നിന്റെ വിഷയത്തിൽ പരിഹാരമില്ല, ലഭിച്ചില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ആമേൻ യേശുവിനെ തൊട്ടപ്പോൾ ആമേൻ എന്ത് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു അതവിടെ സ്റ്റോപ്പ് ചെയ്യുവാനിടയായി. എന്ത് ആമേൻ അവിടെ ആമേൻ സംഭവിച്ചില്ല, അതെന്നേക്കുമായി സ്റ്റോപ്പായി. മാനുഷ്യമായിട്ട് സംഭവിക്കത്തില്ല, പക്ഷെ യേശു ക്രിസ്തുവിൽ കൂടെ അത് സംഭവിച്ചു. ആമേൻ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് പരിശുദ്ധ വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്. നീ കർത്താവിനെ തൊടുവാൻ തയ്യാറാകില്ല. ആമേൻ. ഇതുവരെ നടന്ന വിഷയങ്ങൾക്ക് ആമേൻ ദൈവചലനത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടും. യേശുവിന്റെ നാമത്തില് ലോകത്തിലെ മനുഷ്യന്റെ അടുത്തല്ല നീ സാമ്യന് ആലോചന തേടി പോകേണ്ടത്. ലോകത്തിലെ മനുഷ്യന് വേണ്ടിത്തല്ല നീ ആ സൗഖ്യത്തിന് പോകേണ്ടത്. എന്റെ യേശുവിന്റെ അടുത്ത് നീ വരുവാൻ താനെങ്കിൽ, നീ തൊടുവാൻ താനെങ്കിൽ, നിന്റെ സൗഖ്യം എന്റെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നിന്റെ വിടുതൽ എന്റെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. യേശുവിന്റെ നാമത്തില് ആമേൻ. അവിശ്വസിക്കുന്നവരുടെ കരങ്ങളെ കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.